ഷിഗല്ല മരണം സ്ഥിരീകരിച്ച മലപ്പുറം കീഴാറ്റൂർ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണ്. മരിച്ച രോഗിയുടെ വീട് നിൽക്കുന്ന പ്രദേശം ഇതിനകം 2 തവണ ശുചീകരിച്ചു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ആശങ്കയായി തുടരുന്നു. എങ്കിലും പ്രദേശത്ത് മറ്റാർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായില്ല എന്നത് ആശ്വാസമാണ്. കീഴാറ്റൂർ പഞ്ചായത്തിൽ വ്യാപക കൂട്ടശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും. ഷിഗല്ല മരണം സ്ഥിരീകരിച്ച മലപ്പുറം കീഴാറ്റൂർ പഞ്ചായത്തിൽ ഊർജിതമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ സംഭവം നടന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നേതൃത്വത്തിൽ കിണറുകളൊക്കെ തന്നെ ശുദ്ധീകരിക്കുന്നു, ക്ലോറിനേറ്റ് ചെയ്യുന്നു. അതേപോലെ പരിസര ശുദ്ധീകരണം, ഇത്തരത്തിലുള്ള നടപടികളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എവിടെ നിന്നാണ് ഈ രോഗം വന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ മരണപ്പെട്ട സരോജിനി എന്ന സ്ത്രീ പുറത്ത് കുറേ ദിവസങ്ങളായി പോയിട്ടില്ല, മറ്റ് ആളുകളുമായി സമ്പർക്കത്തിനുള്ള സാധ്യതയുമില്ല. പക്ഷേ അവിടുന്ന് രോഗം എവിടുന്ന് വന്നു എന്നുള്ളത് കണ്ടെത്താൻ കഴിയാത്തതാണ് ആരോഗ്യവകുപ്പിന് മുമ്പിലുള്ള ഒരു വെല്ലുവിളി. ഈ 10 ദിവസം മുൻപ് ഒരു ഹൗസ് വാമിംഗ് ചടങ്ങുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ചടങ്ങിലെത്തിയപ്പോൾ മറ്റാരെങ്കിലും എത്തിയത് അവരിൽ നിന്നാകാം ഈ അസുഖം വന്നത് എന്നൊരു വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിനുള്ളത്. ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന് മുമ്പിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ടുള്ളത്. അതിൻ്റെ നടപടികളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ കിണറിലെ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ കിണർ വെള്ളം പരിശോധിച്ചതിൻ്റെ ഫലം കൂടി 2 ദിവസത്തിനകം എത്തുന്നതോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. നിലവിലെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ ഈ ഏരിയയിൽ നമുക്ക് ഇത് 9-ാം തീയതി നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. 10-ാം തീയതി തന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് ഇതുവരെയായിട്ട് വേറൊരു സസ്പെക്റ്റഡ് കേസും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ കിണറുകളും ശുദ്ധീകരിക്കാനുള്ള, ക്ലോറിനേറ്റ് ചെയ്യാനുള്ള നടപടികളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിനകം തന്നെ 60ഓളം കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിൽ ഈ പ്രദേശത്തുള്ള ഈ സംഭവം നടന്ന സ്ഥലത്തിന് പുറമേയുള്ള ഇടങ്ങളിലെ കിണറുകളും പരിസരവും കൂടി ശുദ്ധീകരിക്കുവാനും അതിനുള്ള നടപടിയാണ് ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ കുറേ കൂടി ഊർജിതമായിട്ട് തന്നെ ഈ നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. ഇവിടെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം, ഈ സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും മറ്റാർക്കും ഈ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യം. അത് ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും കൂടി നടക്കുന്നതോടെ മറ്റാർക്കും ഈ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തലാണ് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളത്. പഞ്ചായത്ത് അധികൃതരും അതിൻ്റെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഇവർക്ക് ഈ രോഗമാണോ അറിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഹെൽത്ത് ടീം വന്നിട്ട് വയറിളക്കം ഛർദിയും കണ്ടപ്പോൾ തന്നെ എല്ലാ വീടുകളിലും ചെന്നിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ദിവസം പനി ക്ലിനിക്ക് അടക്കം നടക്കുന്നുണ്ട്. ഏകദേശം 7000-ഓളം വീടുകൾ ശുചീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കേസ് ഇങ്ങനെ വന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ആണെങ്കിലും ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളായിരിക്കും മേഖലയിൽ ഉണ്ടാവുക. ജില്ലയിൽ ഇതുവരെ 12 ഷിഗല്ല രോഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു മരണം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. 2 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഈ 12 രോഗങ്ങളും 12 ഇടങ്ങളിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പടർന്നു പിടിക്കുന്നൊരു സാഹചര്യമല്ല, മറിച്ച് തരത്തിലാണ് ഈ അസുഖത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ മഴക്കാലം കൂടി ശക്തമാകുന്നതോടെ ഈ അസുഖങ്ങൾ കുറേ കൂടി വ്യാപിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മേഖലയിൽ, ജില്ലയിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും നടക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.